ഇത്തം നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തെക്കൻ ചിട്ടയിൽ വളർന്നു വരുന്ന യുവ കലാകാരൻ ശ്രീ ശബരിനാഥ്. നമസ്കാരം. നമസ്കാരം. ശബരിനാഥിൻ്റെ ചെറുപ്പകാലവും അതുപോലെ കഥകളി ലോകത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യവും ഒന്ന് വെളിപ്പെടുത്താം. കഥകളിയിലേക്ക് നമുക്ക് ഈ കഥകളി എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനാണ്. അദ്ദേഹം നമ്മുടെ ക്ഷേത്രങ്ങളിൽ 2 ക്ഷേത്രങ്ങളാണ് നാട്ടിലുള്ളത്. ചെറിയഴിക്കൽ എന്നാണ്. ചെറിയഴിക്കൽ 2 ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്ക് കഥകളി നടക്കാറുണ്ട്. ഇതിൻ്റെ നടത്തിപ്പ് അതിൽ ശിവക്ഷേത്രവും ദേവീക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കഥകളി നടത്തിപ്പ് പ്രധാനമായിട്ടും വഹിച്ചിരുന്ന അച്ഛൻ്റെ അച്ഛനാണ്. അപ്പോൾ അതാണ് ആദ്യം നമുക്കിതിനോടുള്ളൊരു താല്പര്യം. പിന്നീട് കായൽ ടൂറിസം വളരെ അന്ന് സജീവമായിട്ട് നടന്നിരുന്നു. ഇന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരുന്ന ഫോറിനേഴ്സിന് ഒരു തൽക്കാല ഇടത്താവളം എന്നുള്ള രീതിയിൽ തൗരത്രികം എന്ന പേരിലൊരു സ്ഥാപനം ഇന്നാട്ടിൽ ആരംഭിക്കുകയും അപ്പോൾ അവർക്ക് അത് അച്ഛൻ്റെ അച്ഛൻ അല്ല, അത് അച്ഛൻ്റെ അച്ഛനായിട്ടല്ല, അത് പിന്നീട് അതായത് നമ്മുടെ തന്നെ ജയകുമാർ എന്ന് പറഞ്ഞ ഇന്നാട്ടുകാരനാണ്. അദ്ദേഹം അത് ആരംഭിക്കുകയും അവിടെ ഫോറിനേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് കഥകളി ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് RLV രവി എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം ഇവർ വരാത്ത അല്ലെങ്കിൽ ഈ ഫോറിനേഴ്സ് ഇല്ലാത്ത സമയങ്ങളിൽ പഠിക്കാൻ കുട്ടികളെ അന്വേഷിച്ച സമയത്ത് അങ്ങനെ നമ്മളും താല്പര്യം കാണിച്ചു പഠിച്ചു. അപ്പോൾ ആദ്യമായി 5ാം ക്ലാസ്സിലാണ് കഥകളി പഠനം തുടങ്ങുന്നത്. പിന്നീട് കുട്ടികൾ ക്രമേണ കുറഞ്ഞു വന്നു. ആദ്യം ഞങ്ങൾ തുടക്കത്തിൽ 7 പേരുണ്ടായിരുന്നു. പിന്നീട് വന്ന് ഞങ്ങൾ 2 പേര് മാത്രമായി ചുരുങ്ങി. അതിൽ എന്നേക്കാൾ മുതിർന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ പ്രായം ഇത്രയും കൂടെ കൂടുതലായതുകൊണ്ട് കലാമണ്ഡലത്തിൽ ചേരുന്ന സമയം കഴിഞ്ഞിരുന്നു. പിന്നീട് അവസാനം ഞാൻ മാത്രം അവശേഷിച്ചപ്പോൾ ആശാനായിട്ടാണ് ആശാൻ നേരിട്ട് കലാമണ്ഡലം രാജശേഖരനാശാനെ, അന്ന് രാജശേഖരനാശാൻ തെക്കൻ കളരിയിലെ ഹെഡായിട്ടിരിക്കുന്ന സമയമാണ്. രാജശേഖരനാശാനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എന്നെ അവിടെ ചേർക്കാനുള്ള, അന്ന് നമ്മൾ കഥകളി തെക്കൻ വടക്കൻ ഇതിനെപ്പറ്റി ഒന്നും നമുക്കൊരു നിശ്ചയങ്ങളുമില്ല. അങ്ങനെ തെക്കൻ കളരിയിൽ 8ാം ക്ലാസ്സിൽ വന്ന് ചേരുകയാണ് ഉണ്ടായത്. അന്നേരം പേരൻസിനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ താല്പര്യമായിരുന്നോ? കാരണം ഈ കല കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു കഥ പറഞ്ഞാൽ എനിക്ക് നല്ല താല്പര്യമായിരുന്നു. അപ്പം അച്ഛൻ്റെ അച്ഛൻ ഈ കഥകളി നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഥകളിയുമായിട്ട് സംബന്ധിച്ച ജീവിതത്തെ പറ്റിയൊരു ധാരണ ഉള്ളത് കൊണ്ടാവാം ചേച്ചി ഇത്തിരി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എന്നെ ചേർക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞത്, നിനക്കൊരു മകനല്ലേ ഉള്ളൂ, അത് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, എല്ലാവരും ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് പോകുന്നത് അവൻ്റെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ അങ്ങനെ കലാമണ്ഡലത്തിൽ 12ാമത്തെ വയസ്സിൽ അവിടെ ചേർന്നു. കലാമണ്ഡലത്തിൽ ചെന്ന് തെക്കൻ ചിട്ടയിൽ തന്നെ പഠിക്കാൻ? അതെ, തെക്കൻ ചിട്ടയിൽ തന്നെയാണ്. അന്ന് അവിടുത്തെ ആദ്യത്തെ ഗുരുനാഥൻ ആരായിരുന്നു? കലാമണ്ഡലം രവികുമാർ. അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ HOD. പിന്നെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പഠനകാലങ്ങളിൽ? അതായത് മുൻപേ ഈ പറഞ്ഞ നാട്ടിൽ നമ്മൾ പഠിപ്പിച്ച RLV രവി ആശാൻ പറഞ്ഞുള്ള ചെറിയൊരു ധാരണ ഉണ്ടെങ്കിലും അപ്പാടെ മാറി. ഞാനൊന്നല്ല, ഏതൊരു വിദ്യാർത്ഥിയും അവിടെ ചെന്നിരുന്നു. അപ്പം വെളുപ്പിനെ 4:30 സാധകം, ഉഴിച്ചിൽ, അപ്പോൾ ഇതെല്ലാം ആദ്യകാലങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല വീട്ടിലേക്ക് എപ്പോഴും എത്തണം. അങ്ങനെ ആയിരുന്നെങ്കിലും ഒരു 2ാം വർഷം 3ാം വർഷം മുതൽക്ക് പിന്നീട് നമുക്ക് അവിടെ തന്നെയായിരുന്നു നമ്മുടെ എല്ലാം. പിന്നീട് വീട്ടിലേക്ക് വരില്ല. അതുപോലെ 2ാം വർഷത്തിൽ വീട്ടിലേക്ക് വരവ് കുറഞ്ഞായിരിക്കും. അതെ, അത് തന്നെയാണ്. പിന്നീട് വീട്ടിലേക്ക് വരാതെ ആയി എന്ന് തന്നെ പറയാം. വെക്കേഷന് മാത്രമുള്ള വരവുകളേ ഉള്ളൂ. ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. അതോ? അല്ല, 2ാം വർഷത്തിലാണ് അരങ്ങേറ്റം കഴിയുന്നത്. അതായത് 2003 ജനുവരി 26-ാം തീയതി അരങ്ങേറ്റം പുറപ്പാട് തന്നെയാണ് നടന്നത്. പുറപ്പാടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ചേർന്ന സമയത്ത് 8ാം ക്ലാസ് ചേരുമ്പോൾ 6 പേരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതിൽ ഒരാൾ 8ാം ക്ലാസ് തന്നെ നിർത്തിപ്പോയി. പിന്നെ 5 പേരായിരുന്നു അരങ്ങേറ്റം. അപ്പോൾ ജനുവരി 26-ാം തീയതി പേരൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഇന്നും അതിൻ്റെ അകത്ത് പലരും സജീവമായിട്ടുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അടുത്ത് ഇന്നിപ്പോൾ അന്നുണ്ടായിരുന്നത് എൻ്റെ കൂടെ അരങ്ങേറ്റം നടന്നത് പ്രജിത്ത്, കലാമണ്ഡലം പ്രജിത്ത്, കലാമണ്ഡലം പ്രമോദ്, പിന്നെ ഒരു അനുരാഗ്, സന്ദീപ്. ഇതിൻ്റെ അകത്ത് അനുരാഗും സന്ദീപും വേറെ ഫീൽഡിലേക്ക് പോവുകയും ബാക്കി ഇപ്പോൾ ഇത്രയും പേരും 3 പേര് ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ. അതെ അതെ ഉണ്ട്. മറ്റുള്ള പ്രോഗ്രാമിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ്? പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ 9ാം ക്ലാസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞ നാൾക്ക് മുതൽ ഇപ്പം നമ്മുടെ സീനിയേഴ്സും അങ്ങനെ തുടക്കത്തിലുള്ളൊരു ബന്ധമാണ്. സീനിയേഴ്സായിട്ട് ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും അല്ല അങ്ങനെ തുടങ്ങി. പിന്നീട് അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കലാതരംഗിണിയിൽ എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയൊരു, കാരണം വേഷം കെട്ടി കലാമണ്ഡലത്തിൽ പഠിച്ചാലും വേഷം കെട്ടിയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ആ പഠന സമയത്ത് കലാതരംഗിണിയിൽ നിന്നാണ്. സാധാരണ ഏത് വേഷമാണ് കൂടുതലും കിട്ടുന്നത്?
പച്ചവേഷങ്ങളാണ് കൂടുതലും കിട്ടാൻ അവസരം കിട്ടിയിട്ടുള്ളത്. എന്നാലും അധ്യാപകർ പറഞ്ഞുള്ളൊരു നമ്മളൊരു അറിവ് വെച്ച് ഒരു ഇന്ന വേഷം എന്ന് തീരുമാനിക്കണമെങ്കിൽ കാലമേറെ കഴിയുക തന്നെ വേണം എന്നുള്ളൊരു. ശബരിക്ക് ഏത് വേഷം നോർമൽ കൂടുതൽ ഇഷ്ടം? എനിക്ക് പച്ചവേഷങ്ങളോടാണ് താല്പര്യം. പഠന സമയത്ത് അധ്യാപകൻ കലാമണ്ഡലം രാജശേഖരനാശാൻ സ്ത്രീവേഷക്കാരനാണ്. അദ്ദേഹം എന്നെ സ്ത്രീവേഷങ്ങൾ കെട്ടിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അല്ല പിന്നീട് ഉയരം കൂടിയതിനനുസരിച്ചായിരിക്കും ആശാൻ പറഞ്ഞു പതുക്കെ അവസാനിപ്പിച്ചുള്ള ആശാൻ തന്നെ പറഞ്ഞിരുന്നു. നല്ല നല്ല സ്ത്രീവേഷക്കാർ വേറെ ഉണ്ടാവുകയും ചെയ്തു. അതും കാരണമാണ് പച്ചവേഷത്തിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ സ്കോളർഷിപ്പോ അങ്ങനെ? അതെ, കലാമണ്ഡലത്തിൽ പിന്നെ BA കഴിഞ്ഞ സമയത്ത് തന്നെ അന്ന് സ്കോളർഷിപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് കലാക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്ന് ഇൻ്റർവ്യൂ നടന്നത്. പിന്നെ സ്കോളർഷിപ്പിൻ്റെ. അതെ. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ മാത്തൂരാശാൻ വേഷം രാമദാസ് ആശാൻ റിട്ടയർഡ് ആയവരായിരുന്നു. അന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചത്. 2 വർഷം PG ചെയ്യുന്നതിന് മുമ്പ് 2 വർഷം കലാമണ്ഡലത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ പഠിച്ച കാലങ്ങൾ കംപ്ലീറ്റ് രവികുമാർ ആശാൻ? അല്ല, ആദ്യ വർഷം കലാമണ്ഡലം രവികുമാർ ആശാൻ, 2ാം വർഷത്തിൽ ആ ആദ്യ വർഷം തന്നെ രവി ആശാൻ ഒരു വിദേശ ട്രിപ്പിന് പോയപ്പോഴത്തേക്കും ഇടക്കാലത്ത് ഒരു 3 മാസത്തേക്ക് പഠിപ്പിക്കാൻ കലാമണ്ഡലം ഹരിയാർ നായർ, ഇന്ന് അദ്ദേഹം അവിടുത്തെ പെർമനന്റ് അധ്യാപകനാണ്, വന്നിരുന്നു. 2ാം വർഷത്തിൽ കലാമണ്ഡലം ഗോപകുമാർ, അതെ 3ാം വർഷം പ്രസന്നാശാൻ. 3ാം വർഷം എന്ന് മാത്രമല്ല 3, 4, 5 വർഷങ്ങളിൽ 10ാം ക്ലാസ് തുടങ്ങി +2 വരെ. അതുപോലെ ആശാനും നമ്മളോടുള്ള സമയം ആശാൻ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ചെല്ലണം. ചെന്നില്ല എങ്കിൽ അതിനുള്ള വർഷങ്ങൾ. അതുപോലെ നല്ല രീതിയിൽ അത്രത്തോളം നമ്മളോട് സ്നേഹം എല്ലാ അധ്യാപകരും. അതെ, പ്രസന്നാശാൻ്റെ ചില നിർബന്ധങ്ങൾ. പിന്നീട് ഡിഗ്രി 3 വർഷവും രാജശേഖരനാശാൻ്റെ കളരിയിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്കോളർഷിപ്പും രാജശേഖരനാശാൻ്റെ കീഴിൽ തന്നെ ചെയ്തു. പിന്നീട് MAക്ക് വന്നപ്പോഴത്തേക്കും പ്രസന്നാശാൻ്റെ കളരിയിലായിരുന്നു. ഈ കാലഘട്ടം മുഴുവൻ ഈ ആശാമാരുടെ കീഴിൽ തന്നെയാണ് നമ്മളിൽ എന്തുണ്ടോ അത് രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത്. പിന്നീട് വേഷം കെട്ടിയുള്ള പരിചയങ്ങൾ. നിരവധിയായ വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അതില് കൂടുതൽ തെക്ക് ആണോ അതെയോ വടക്കാണോ കൂടുതൽ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠന സമയത്ത് കഥകളി എന്നുള്ള പദങ്ങൾ അല്ലെ കഥകൾ, അതിനേക്കാൾ ഉപരി കഥകളിക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തെളിഞ്ഞത് കലാമണ്ഡലത്തിനടുത്ത് തന്നെയുള്ള കലാതരംഗിണി, ഞങ്ങളുടെ ജോണേട്ടൻ. അത് കാരണം ഫ്യൂഷനും അതെ, അതിനെന്തൊക്കെ കാരണം അതുപോലെ ധൈര്യപൂർവ്വം നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തന്നെ വ്യക്തമാക്കി തന്ന പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോണേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞിറങ്ങുന്ന ഒരു കൊച്ചുകുട്ടി മുതൽ ഇനി എത്ര പ്രായമായാലും ജോണേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ജോണേട്ടൻ എന്നുള്ളതിലുപരി അധ്യാപകൻ, സാറ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ആശാൻ. പൊതുവേ കഥകളിയിൽ ആശാൻ എന്നുള്ള പ്രയോഗമാണല്ലോ. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഞാൻ എല്ലാവരും എന്താ ജോണേട്ടൻ എന്ന് വിളിക്കുന്നു. പിന്നീട് എനിക്ക് തന്നെ ബോധ്യം ആ ചേട്ടാ വിളിയിൽ ചില ആശാൻ എന്ന് ചിലരെ വിളിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടും അടുപ്പത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ആ പ്രയോഗം എന്ന് എനിക്ക് വ്യക്തിപരമായിട്ടും അങ്ങനെ പൊതുവേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എനിക്ക് നല്ലോണം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യം. ഇന്ത്യക്കകത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പോകാൻ, ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ 99% കലാതരംഗിണിക്കൊപ്പമായിരിക്കും ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടനവധി വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം, അതും അധികം സ്ത്രീവേഷങ്ങളാണ് കേട്ടോ. നേരത്തെ സ്ത്രീവേഷം എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒത്തിരി സ്ത്രീവേഷങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയാട്ടോ. അങ്ങനെയും ചിലർക്ക് അഭിപ്രായമുണ്ട്. പച്ചവേഷം നല്ലതാ. അതെ, പച്ചവേഷത്തിനോടാണ് പൊതുവെ നമുക്കൊരു താല്പര്യം. അതിലധികവും കിട്ടിയിട്ടുള്ളത് കീചകവധത്തിലെ സൈരന്ധ്രിയായിരിക്കും. ആദ്യം ജോണേട്ടന്റെ കൂടെ തന്നെ ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത് കീചകവധത്തിലെ സൈരന്ധ്രിയായിരിക്കും. ഫ്യൂഷൻ ഒത്തിരി ഒട്ടനവധി. ഫ്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ജോണേട്ടനൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന എടുത്തു പറയേണ്ട പേര് ശിവദാസേട്ടൻ. അതാണല്ലോ ശിവദാസേട്ടനാണ് അദ്ദേഹത്തിന്റെ ഒരു കൂടെ കിട്ടിയുള്ള പരിചയം. അതിനുശേഷം പിന്നീട് നമുക്ക് തനിയെ ചെയ്യുക എന്നുള്ളൊരു അത്ര വരെ നീ ചെയ്യ് നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഉറപ്പും നമുക്ക് ജോണേട്ടൻ തരുന്ന ആ ഒരു ധൈര്യം. അതുപോലെ തെക്കൻ കളരിയെ സംബന്ധിച്ച് പകുതി പുറപ്പാട് എന്നൊരു വിഭാഗമില്ല, രണ്ടും 2 ശൈലിയാണല്ലോ. ആ പകുതി പുറപ്പാട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണഭൂതൻ കലാമണ്ഡലം ഞങ്ങളുടെ ജോണേട്ടൻ അദ്ദേഹമാണ്. പിന്നെ ഫ്യൂഷനിലാണേലും നിങ്ങൾക്ക് കാരണം ഇത്രയും വർഷം നമ്മൾ കഥകളി പഠിച്ചിട്ട്
കാരണം ആ ചിട്ടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരു മ്യൂസിക്കിൽ തന്നെ നമുക്ക് ഭരതനാട്യം ഉണ്ടാവും, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, അതുപോലെ ഒപ്പന, തിരുവാതിര എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് അത്ര ഈസി അല്ല കമ്പോസ് ചെയ്തെടുക്കാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ചോട്ടാ, എങ്ങനെ ഇത് ചുഴിപ്പ് സംഭവങ്ങളൊക്കെ അതിലേക്ക് വരുത്താൻ പറ്റും. പക്ഷേങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല കഥകളിയുടെ ആ ചട്ടക്കൂടിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾ വേറെ ഒരു അവിയൽ പരുവത്തിലേക്ക് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ആ പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അത്. കാരണം കഥകളിയാണെങ്കിലും അതെ, മോഹിനിയാട്ടം ആണെങ്കിലും അതെ, എപ്പോഴും നമ്മൾ അതിനൊരു കലയ്ക്ക് മുൻതൂക്കം കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സഹകരണം ഒത്തിരി ആയിരുന്നു, അത് പറയാതെ വയ്യ. അതെ, ഞങ്ങളുടെ സഹകരണത്തിനേക്കാൾ ഉപരി ഞങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു സത്യം ഒരു മനോബലം എന്ന് തന്നെ പറയണം. അത് കിട്ടിയിട്ടുള്ളത് കലാതരംഗിണിയിൽ നിന്ന്, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണ്. അതിൻ്റെ പ്രധാന കാരണം പറഞ്ഞതുപോലെ തന്നെ കഥകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അരങ്ങര അല്ലെങ്കിൽ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് വരെ നമ്മുടെ മനസ്സിലുള്ളൊരു രീതി ചെണ്ട, മദ്ദളം, പാട്ട് ഇതിന് മുൻപിൽ മാത്രം പ്രയോഗിക്കുന്ന അത് തന്നെയാണ് കഥകളിയുടെ ഒരു സ്ട്രക്ചർ. പക്ഷേ അപ്പോൾ ഇതിലുപരിയായിട്ട് വേറൊരു മ്യൂസിക്കിൽ വേറെ സംഭവം കേട്ടുകഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു അന്താളിപ്പാണ്, ഇത് എങ്ങനെ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ കഥകളിയുടെ അതേ എന്താ പറയുക കലാശങ്ങളും അതേ ചുഴിപ്പുകളും അതൊക്കെ സാരിയിടണവും അതൊക്കെ വെച്ച് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്യാനുള്ള ആ ഒരു പ്രാക്ടീസ്, അതിൻ്റെ അകത്ത് പകുതി പുറപ്പാടാണ്. ഒന്നും കഥകളിൽ നിന്ന് മാറിയിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം കഥകളിക്ക് തന്നെ ഒരു സ്പേസ് കൊടുത്തിരുന്നു നമ്മൾ കഥകളിക്ക്. അതുപോലെ മോഹിനിയാട്ടം ഓരോ ഡാൻസ് സെഷനിലും ഒരേ മ്യൂസിക്കിൽ തന്നെ നമ്മളൊരു ഇത് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടെ വരുമ്പോഴാണെങ്കിലും അതും ആ കഥകളി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം ആ കഥകളിയുടെ ആ ഒരു തന്മയത്വം കളയാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ സമയങ്ങൾ അതിൽ ശരിക്കും നിങ്ങളുടെയൊക്കെ ഒത്തിരി സഹായം അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ശിവദാസ്, ശബരി, എനിക്ക് പറയുമ്പോൾ കൂടുതൽ പറയാനുള്ളത് ശബരിയെയും ശിവദാസിനെയും കുറിച്ചാണ്. കാരണം നിങ്ങൾ രണ്ടും ആയിരുന്നു അന്ന് കൂടുതലും പുരുഷവേഷമാണെങ്കിലും സ്ത്രീവേഷത്തിലാണെങ്കിലും അത്. പിന്നെ മറ്റുള്ള പിള്ളേർ വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതങ്ങനെയല്ല, നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു പുതിയ സാധനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു തമാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പമുള്ള സുഹൃത്തുക്കളും പിന്നെ നമ്മളോട് അടുപ്പമുള്ള പലരും നമ്മളോട് തമാശ രൂപേണ പറയാറുണ്ട് ഞാൻ കലാതരംഗിലെ സ്റ്റാഫാണെന്ന്. എനിക്കതിലൊത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പോയിട്ടുള്ളതിൽ ഈ പറഞ്ഞില്ലേ എവിടെയൊക്കെ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിദേശത്തടക്കം അതിനുള്ള ഭാഗ്യം മാത്രമല്ല ഈ ഒരു പരിചയവും, ഇപ്പോൾ ഏതൊരു സംഭവം കൈ കിട്ടിയാലും അത് ധൈര്യപൂർവ്വം ചെയ്യാം എന്നുള്ള ആ ഒരു മാനസികസ്ഥിതി എന്നിലേക്ക് എത്തിച്ചത് കലാതരംഗിണി എന്ന് പറയുന്ന സ്ഥാനമാണ്. ബേസ് കലാമണ്ഡലമാണ്, അതിൽ സംശയമില്ല. പ്രോഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ കഥ എല്ലാം ചെയ്യുമ്പോൾ ബേസ് അതുകൊണ്ട്. എന്നാലും വേഷം കെട്ടാനും അല്ലെങ്കിൽ ധൈര്യം മുഖത്ത് തേപ്പിന് പോലുമുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്നുണ്ടായി. കാരണം വേഷങ്ങൾ കെട്ടുമ്പോഴാണല്ലോ സ്വയം നമുക്ക്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കലാമണ്ഡലത്തിലാകുമ്പോൾ നമ്മൾ അധ്യാപകരുടെ മുന്നിലാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും നമ്മുടെ കൈയും കാലും മറയ്ക്കും. അതെ അതെ അതെ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആദ്യം ഒരു ചില ബന്ധപ്പാടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ധൈര്യം കിട്ടും. നമുക്ക് കിട്ടിയിട്ടുള്ള ചിട്ടയാർന്ന ചൊല്ലിയാട്ടം ബേസ് അല്ലെങ്കിൽ നമ്മുടെ ആ ചട്ടക്കൂട് കലാമണ്ഡലം പരുവപ്പെടുത്തി എത്തുന്നതിന് വേഷം കെട്ടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് കലാതരംഗിണിയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടുത്തെ സ്റ്റാഫാണെന്ന് പറയുമ്പോൾ ശിവദാസേട്ടനെ പലരും തമാശ രൂപേണയാണ് കലാതരംഗിണിലെ പ്രിൻസിപ്പാളാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശിവദാസേട്ടൻ്റെ കാര്യങ്ങളും അതപ്പോൾ ഞാൻ പറയും. അപ്പോൾ അതിൽ ഒത്തിരി, കാരണം പൊതുവേ കഥകളി അല്ലെങ്കിൽ ഈ മഴക്കാലങ്ങളിൽ കഥകളിയില്ലല്ലോ, ആ കാലഘട്ടത്തിൽ പോലും എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശിവാസന ഞങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ സീസണിലും. അതുപോലെ ഫോറിനേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ഒഴിച്ചില് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിദേശത്തേക്കൊക്കെ എങ്ങനെയായിരുന്നു? വിദേശത്ത് ആദ്യം പറയേണ്ടത് ഇപ്പം നമ്മുടെ അധ്യാപന രവിയാശാൻ്റെ അടുത്ത് 8ാം ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. നമ്മൾ ഒത്തിരി നല്ല അല്ലെങ്കിൽ മികച്ച കലാകാരന്മാർക്ക് ചിലപ്പോൾ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായത് കലാമണ്ഡലത്തിൽ ഞാൻ എംഫിലിൽ പഠിക്കുന്ന സമയത്താണ്. 2001 കലാമണ്ഡലത്തിൽ ചേർന്നെങ്കിൽ 2012 ആദ്യമായിട്ട് വിദേശത്ത്. ആ കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കൂടെ തന്നെയായിരുന്നു. ബെൽജിയമായിരുന്നു യാത്ര. ബെൽജിയത്ത് അന്ന് ഒരു ബാലിവധം, കലാമണ്ഡലം ബാലിവധമായിരുന്നു കഥ. കലാമണ്ഡലം കൃഷ്ണകുമാർ ആശാൻ, രവി ആശാൻ, ഹരിയാർ നായർ, ബാലസുന്ദരേട്ടൻ, അതിന് ഓർമ്മ. അന്ന് കലാമണ്ഡലം രജിസ്ട്രാറായിരുന്ന കെ സുന്ദരേശൻ സാറായിരുന്നു അതിൻ്റെ ട്രൂപ്പ് മാനേജറായിട്ട് വന്നത്. അപ്പോൾ നല്ലൊരു ട്രിപ്പ്, ആദ്യത്തെ അനുഭവമാണ്, അതുകൊണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. അന്ന് എൻ്റെ വേഷം സന്യാസിരാവണനായിരുന്നു. ഒരു ഷോ മാത്രമേ ഉള്ളായിരുന്നു, ഒരു കഥ. ഒരാഴ്ച തികച്ച അവിടെ ഉണ്ടായില്ല. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ. രണ്ടാമത് എനിക്ക് അവസരം തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കലാതരംഗിണി. അതിന് കാരണഭൂതനായത് ജോണേട്ടനാണ്. അത്
2015 അതെ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജർമ്മൻ കൗൺസിലറും ഒന്നിച്ച് പങ്കെടുക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമുമായിട്ട് സംബന്ധിച്ച് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ നമുക്കൊരവസരം കിട്ടി. ഒരു ദിവസമാണ് അത്. നിറച്ചും നല്ല 1500ഓളം ജനങ്ങൾ, അവർക്ക് പറ്റിയ ഒരു തിയേറ്ററായിരുന്നു. അത്രയും ജനങ്ങളും അതിൽ നിന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിൽ നിന്ന് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ കയ്യടികളും കരഘോഷങ്ങളും ഒന്നും മറക്കാൻ പറ്റാതെ. പിറ്റേ ദിവസവും പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം, ആ 2 ദിവസമായാലും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം അവിടെ കിട്ടി. മൊത്തം ഇന്ത്യയിൽ നിന്ന് കുറേ കലാകാരന്മാരുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യയിൽ നിന്ന് പിന്നെ ഒഡീസി, മണിപ്പൂരി, കഥക്ക്, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ എല്ലാവരും. അപ്പോൾ വലിയ വലിയ കൂടെ ഒപ്പമുള്ള കലാകാരന്മാരെ പരിചയപ്പെടാനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും. അന്ന് കേരളത്തിൽ നിന്ന് കലാതരംഗിണി എന്നായിരുന്നു കഥകളി. അതെ അതെ അതെ. അന്ന് കഥകളിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒന്ന് ജോണേട്ടനായിരുന്നു കൂടെ വേഷം കെട്ടാനുണ്ടായിരുന്നത്. ജോണേട്ടൻ, ശിവദാസേട്ടൻ, പിന്നെ അല്ലാണ്ട് രാജശേഖരനാശൻ്റെ മകനായ വൈശാഖേട്ടൻ, പിന്നെ റൂബി കെ ജോൺ, പിന്നെ ഒന്ന് കലാമണ്ഡലം ബിൻ ബാബു. ഇങ്ങനെ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു. എന്തായാലും വളരെ സന്തോഷപൂർവ്വമായൊരു ട്രിപ്പായിരുന്നു അത്, നല്ല രീതിയിൽ. അപ്പോൾ പിന്നീട് ഒരു വിദേശത്ത് പോയതെന്ന് പറഞ്ഞാൽ 2018 പല്ലവി കൃഷ്ണൻ, അത് സദനം ബാലകൃഷ്ണാശാൻ ചിട്ട ചെയ്ത ഒരു രാധാമാധവം എന്നൊരു, അതും കഥകളിയും മോഹിനിയാട്ടവും കൂടെ ഈ പറഞ്ഞ ഫ്യൂഷൻ, ഈ ഫ്യൂഷൻ മുഖേനയാണ് ഞാൻ അധികവും വിദേശത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് കൂടെ ഉണ്ടായിരുന്നത് കഥകളി വേഷം തുളസി. ഏത് രാജ്യത്തായിരുന്നു അത്? ബ്രിട്ടനായിരുന്നു. കലാമണ്ഡലം തുളസികുമാർ, പിന്നെ ഹരിനാരായണ, കലാമണ്ഡലം, ഇവർ 2 പേരുമായിരുന്നു അന്നൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നോ അതോ? അല്ല, അന്ന് മൊത്തം 4 ഷോ ആയിരുന്നു. 4 സ്ഥലങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്ന് 4 പ്രോഗ്രാമായിരുന്നു, അതും തിരക്കേടില്ലാത്ത. പിന്നീട് അവസാനമായിട്ട് പോയത് പിന്നെ ഒമാനിലായിരുന്നു. ഒമാനിലൊരു കല്യാണ സൗന്ദര്യം കഥ പ്രമാണിച്ചത്. അവിടുത്തെ മലയാളി കൂട്ടായ്മകൾ, ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ എന്തായാലും ഞാനും അതിൻ്റെ കൂടെ ഉൾപ്പെട്ടു എന്നുള്ളത്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ? അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന തൽക്കാലം അത് ഇവിടെ ചെറുതായിട്ട് പാറക്കുട്ടി അമ്മയടുത്ത് കഥകളി പഠിച്ച ഒരു കോളേജ് പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ്. പിന്നീട് ചെണ്ടയ്ക്ക് കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ, പാട്ട് കലാമണ്ഡലം അല്ല, തിരുവല്ല സുരേഷ് എന്ന് പറയും. അങ്ങനെ 2 പേര്, ആരെന്ന് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് പേര്, അങ്ങനെ അതും വലിയ ഇത്രയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയത്. ഭാഗ്യം തന്നെയാണ്, കാരണം എല്ലാവർക്കും കിട്ടുന്നതല്ല. അതെ. അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇതിനൊക്കെ അടിസ്ഥാനം ഈ ജോണേട്ടനോടുള്ള ആ ഒരു ഇത്, അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നും. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഞാൻ കലാമണ്ഡലത്തിൽ PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ 17 വർഷത്തിന് ശേഷമാണ്. നാട്ടിൽ വന്ന് നിന്നു. അപ്പോൾ കൊല്ലം കേന്ദ്രീകരിച്ച് ഒട്ടനവധി കഥകളി നടക്കാറുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് വളരെ, കാരണം മടവൂരാശാൻ പോലും, ആശാൻ്റെ ഒരു അവസാന സമയത്ത് പോലും നമുക്ക് പുറത്തെ വേറൊരു കലയെ അല്ലെങ്കിൽ വേറൊരു കലാകാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു, അല്ലെങ്കിൽ വേറൊരാൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തുകയായിരിക്കും. ഇപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചും അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾക്കങ്ങനെ അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോവിഷമം നമുക്കുണ്ടായിരുന്നു. കാരണം ജീവിതം എന്നുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നീട് മനസ്സിലായി. എന്നാൽ പ്രോഗ്രാമിന് പോയി തുടങ്ങിയപ്പോഴേക്കും നിരന്തരം പ്രോഗ്രാമുകൾ, ഇവിടെ പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട മണ്ണൂർക്കാവ് ക്ഷേത്രം, നമ്മുടെ ശാസ്താംകോട്ട പോകുന്ന വഴിക്കാണ് മിക്കവാറും കഥകളികളുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോഴും വേഷം കെട്ടുക എന്നുള്ളൊരു താല്പര്യം, ഒരു കലാകാരനെ സംബന്ധിച്ച് അവൻ വെറുതെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവന് ചെയ്യാൻ പറ്റും, അവൻ പഠിച്ച കല പ്രയോഗിക്കുക എന്നുള്ളത് കിട്ടുന്ന ഒരു ആത്മനിർവൃതി. അപ്പോൾ അങ്ങനെ നോക്കുക പ്രോഗ്രാമുകൾ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഒഴിച്ചു നിർത്തിയാൽ നമുക്കങ്ങനെ മഴക്കാലം ഒഴിച്ച് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കലാമണ്ഡലത്തിലുള്ള സമയത്താണെങ്കിൽ ആ മഴക്കാലത്തും വെറുതെ ഇരിക്കാൻ ജോണേട്ടൻ്റെ അവസരം തന്നിട്ടില്ല നമുക്ക്. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിലവിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ച് ഉഴപ്പ് കാരണം അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ അകത്ത് പിന്നെ പറയേണ്ടത്, ഇപ്പോൾ കേരള സർക്കാർ 1000 യുവകലാകാരന്മാർക്ക് സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് നൽകിയിരുന്നു. അതും ഭാഗ്യവശാൽ കിട്ടി. കാരണം ഈ പ്രോഗ്രാം ഇല്ലാത്ത ഈ സമയത്തും ആ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജീവിതം മുമ്പോട്ട് പോകും. നമുക്കറിയാം കഥകളി പഠിച്ചവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ, കഥകളി എന്നല്ല എല്ലാ കലാകാരന്മാരും സ്റ്റേജിനെ ആശ്രയിക്കുന്ന
അല്ല എന്നാലും ഈ ചെണ്ടയും മാത്രം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അതെ, അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ സാധ്യത കഥകളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോലുമുള്ളൊരു എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കണത് നമ്മൾ ഡാൻസ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. അപ്പം നമ്മളൊക്കെ ഞാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതുപോലെ നമുക്കറിയാലോ കണ്ണും മുഖവും എല്ലാം നമുക്ക് ഒപ്പം വരണം. അതിപ്പോൾ നമ്മൾ ഈ സൂം വഴിയൊക്കെ പഠിപ്പിക്കും ഓൺലൈനിൽ കിട്ടുകയല്ല. അപ്പോൾ കഥകളിക്ക് അത് അത്ര വലിയൊരു ഇതാന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തോരം പഠിച്ചിറങ്ങിയ പിള്ളേരെ അതൊക്കെ വിട്ട് എങ്ങനെ മുന്നോട്ട് എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നമായിട്ട്. കാരണം ജീവിതം എന്നുള്ളത് മുൻപോട്ട് നോക്കുമ്പോഴത്തേക്കും സാമ്പത്തികം എല്ലാത്തിനും അടിസ്ഥാനമാണ് ഈ പറഞ്ഞതുപോലെ. പിന്നെ കഥകളി പഠിക്കാൻ നമുക്കിപ്പോൾ ഓൺലൈൻ എന്നല്ല നേരിട്ടാണെങ്കിലും പൊതുവേ പുറത്തുള്ളവർ കുറവാണ്. കാരണം ഒറ്റയ്ക്ക് അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കഥകളി വേഷം ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിലുള്ള എത്ര പേരുടെ ഒരു, അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒട്ടനവധി നമുക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന യൂത്ത് ഫെസ്റ്റിവൽ, അപ്പം അതും ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഞങ്ങൾക്കറിയാം നമ്മൾ കഥകളിയും ഡാൻസും കൂടെ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ കഥകളിക്കാർ ഇത്രയും മണിക്കൂർ പ്രോഗ്രാം ചെയ്ത് അവരുടെ പ്രതിഫലവും ഞങ്ങളുടെ പ്രതിഫലവും വെച്ച് നോക്കിയാൽ ഒരുപാട് അന്തരമുണ്ട്. ഇത്രയും അപ്പം ഞങ്ങൾ മോഹിനിയാട്ടമൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ കഷ്ടപ്പെട്ടത്രയൊന്നും കഥകളിക്കാർ കഷ്ടപ്പെട്ടത്രയൊന്നും നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതെനിക്ക് തോന്നുന്നു. ഒരു കഥകളി അല്ലെങ്കിൽ ഒത്തിരി പേരുടെ ഒരു, അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് അപ്പം നടത്തിപ്പുകാരൻ നോക്കുന്നത് ഇപ്പോൾ ഒരു, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ സംഘാടകൻ നോക്കുന്ന ഒരു കഥകളിക്ക് മോഹിനിയാട്ടത്തിന് അല്ലെങ്കിൽ ഒരു തുള്ളലിന് ഇത്രയേ ഉള്ളൂ, കഥകളിക്ക് എന്താ പിന്നെ ഇത്രയും. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്ര പേര് വരുന്നു എന്ന്, ഇതിൻ്റെ അകത്ത് അണിയറയിൽ പ്രവർത്തിക്കുന്ന എത്ര പേരാണെന്നുള്ളത് ഇത് നടത്തുന്ന ആൾക്ക് അതിനെപ്പറ്റി നിശ്ചയമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്നാലും പ്രോഗ്രാമുകൾ കിട്ടുമ്പോഴൊരു സന്തോഷം പ്രതിഫലത്തിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കഥകളി കലാകാരന്മാരും പ്രതിഫലമൊന്നും നോക്കിയിട്ടൊന്നുമല്ല. അവർക്ക് പ്രോഗ്രാം ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, എല്ലാവരും കൂടെ തമ്മിൽ കാണുമ്പോഴുള്ളൊരു ആനന്ദം. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജ് ഇല്ല അല്ലെങ്കിൽ പ്രോഗ്രാം ഇല്ല എന്നുള്ളൊരു മാനസിക വിഷമം ഭയങ്കരം തന്നെയാണ്. പിന്നെ കുടുംബവും അച്ഛനും അമ്മയും അവരൊക്കെ, നേരത്തെ ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞതുപോലെ അച്ഛൻ എന്നും ഒരു പ്രോത്സാഹനം തന്നെയായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം വീട്ടിലെല്ലാവരും ഒരുവിധം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളും, അച്ഛനും വല്യച്ഛനും കൊച്ചനും എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും അതുപോലെ. അപ്പോൾ എന്തോ എനിക്ക് ഒരു ജോലി എന്നുള്ളത് എപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 10 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, ഞാനിനി പഠിക്കണോ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അപ്പം അച്ഛൻ പറഞ്ഞു, അതെന്താ അങ്ങനെ, നീ അവിടെ തന്നെ പഠിക്കണം. അപ്പം അച്ഛൻ എന്നുള്ളൊരു ബലം എന്നും ഒരുപോലെ ഉണ്ടായിരുന്നു. ഇന്നും എനിക്ക് കിട്ടുന്ന ഇപ്പോൾ പ്രോഗ്രാം അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ പൈസ കൊണ്ടൊന്നും ഒരു കുടുംബം പോകത്തില്ല. ഇന്നും അച്ഛൻ എന്നുള്ളൊരാൾ നേരെ നിലയിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എന്നും. പിന്നെ അമ്മ ഒരു സാധാ കുടുംബിനെയാണ്. ചേച്ചി ഇത്തിരി നടക്കാൻ വൈകല്യമുള്ളതാണ്, എന്നാലും പിടിച്ച് നടക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട്. പിന്നെ വിവാഹം ചെയ്തിരിക്കുന്നതും ഒരു കലാകാരിയാണ്. അയാളുടെ വീട് കോഴിക്കോടാണ്. പിന്നെ കീർത്തി, മ്യൂസിക്കാണ് അദ്ദേഹം. ഒരു കുഞ്ഞു മോളുണ്ട്, 2.5 വയസ്സ്. ഇതാണ് കുടുംബം. ഉള്ള കുടുംബത്തിൽ ഞങ്ങളിങ്ങനെ സന്തോഷപൂർണ്ണമായിട്ട്. എപ്പോഴെങ്കിലും ഈ കഥകളി പഠിച്ചതുകൊണ്ട് നഷ്ടമായി പോയി, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു ഭാവി ഇല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗം ആയിരുന്നു നല്ലത്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? കഥകളി എന്നുള്ളത് എപ്പോഴും മനസ്സിൽ സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ ഒത്തിരി ആഴമുണ്ട്. കാരണം നമുക്കും സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കണം. നമ്മളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ നമ്മളെ നല്ലതുപോലെ നോക്കി അച്ഛനെയും അമ്മയും നമുക്ക് നോക്കണം. നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, ഇതിനെല്ലാത്തിനും സാമ്പത്തികം അടിസ്ഥാനമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയും വർഷം എടുത്ത് വേറെ എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. പഠിച്ചിട്ട് നമുക്കൊരു സ്ഥിര വരുമാനം ഇതിൽ നിന്നുണ്ടാകുന്നില്ല. സാമ്പത്തികം വേണം എന്തായാലും. അതെപ്പോഴും പലപ്പോഴും മനോവിഷമത്തിനിടയാക്കിയിട്ടുണ്ട്. അത് പഠിച്ചതിനെ ഒരുപക്ഷെ ഒരിക്കലും ശപിച്ചിട്ടില്ല, അങ്ങനെയില്ല. ഇന്നും വേറെന്തെങ്കിലും എന്ന് ചിന്തിക്കുമ്പോഴും കഥകളി എന്നുള്ള നമ്മുടെ ഉള്ളിലെ ആ ഒരു, അത് നമ്മളെപ്പോഴും പിന്നിലേക്ക് വലിക്കുന്നത് കഥകളി മനസ്സിൽ നിന്നും അത് തന്നെയാണ്. ആ കലയോടുള്ള ഇഷ്ടം, ആ പ്രോഗ്രാം സ്റ്റേജിൽ ചെയ്യുമ്പോഴുള്ളൊരു മനസ്സന്തോഷം, അത് വേറെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നുണ്ടാകും, വേറൊന്നും കിട്ടില്ല. അത് പിന്നെ ഇന്നും മനസ്സിൽ ഉറപ്പ്. ഈ പറഞ്ഞ ആ എൻ്റെ അച്ഛൻ, ഞാനൊരു അച്ഛന് പോലും ഉറപ്പാണ്, അവൻ അതുകൊണ്ട് നന്നാവും. അദ്ദേഹം മറ്റു പലരോടും പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറയുന്നില്ല, പക്ഷെ അവന് നന്നാവും.
ആ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എന്നിലും ഒത്തിരി അതുപോലെ ഉണ്ട്. വളർന്നു വരുന്നല്ലേ ഉള്ളൂ സമയങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടമൊക്കെ മാറും, നല്ലൊരു കാലം തിരിച്ചു വരും, പ്രോഗ്രാം, അതൊക്കെ പ്രതീക്ഷകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥിര വരുമാനമില്ല എന്നുള്ള പല ഘട്ടങ്ങളിൽ നമ്മളത് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് വരെ വലിയൊരു ആപത്തൊന്നും അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. ഞാനിതിൽ തൃപ്തനാണ്. കലാമണ്ഡലത്തിൽ പിന്നെ എപ്പോഴും ടെമ്പററി അധ്യാപകൻ. അതെ അതെ, അതായത് ഞാൻ എൻ്റെ ആദ്യം PG കഴിഞ്ഞ സമയത്ത് ഇൻറ്റേൺഷിപ്പ് ആയിട്ട് 1 വർഷം KG പൗലോസ് സാറ് വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിസ്റ്റം വന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങുന്നത് അവിടുന്ന്. അപ്പോൾ പക്ഷേ അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒരു കളരിയിൽ നിന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ പൊതുവെ കലാമണ്ഡലത്തിൽ പറഞ്ഞ് ഒരു 5-6 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പലർക്കും പല ഇതായിരിക്കും, പല എന്താ പറയുക ടാലൻ്റ് ആയിരിക്കും. ഒരു കുട്ടി ചിലപ്പോൾ പെട്ടെന്ന് പഠിക്കുമായിരിക്കാം, ചിലർ പതുക്കെ പഠിക്കുകയുള്ളൂ, ചിലർക്ക് ഇനി എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. പക്ഷേ ഈ ഒട്ടും പഠിക്കാത്തവനായിരിക്കും ചിലപ്പോൾ നല്ല വൃത്തി ഉണ്ടാവുക, പെട്ടെന്ന് പഠിക്കുന്നവൻ ചിലപ്പോൾ മറന്നു പോകും ഉടനെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഇത്രയും കുട്ടികളെ ഒന്നിച്ച് പഠിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിപ്പിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാവണം നമ്മുടെ അധ്യാപകർ നമുക്ക് വേണ്ടിയിട്ട് നമുക്കും കൂടുതൽ അറിവ് ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കാം നമ്മുടെ ശരീരം, അതിൻ്റെ ഒരു പരിചയം ഒന്ന് വേറെ തന്നെയാണ്. അല്ല, നമ്മൾ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. ഒരിക്കലും ദേഷ്യം എന്നൊരു സാധനം ആ സമയത്ത് നോർമൽ അല്ലേ നമുക്ക്. ദേഷ്യമല്ല, പലപ്പോഴും വളരെ തമാശപൂർണ്ണം. കാരണം പ്രസന്നാശാൻ നല്ല രീതിയിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ ആശാൻ വീട്ടിൽ വിളിച്ച് ഞങ്ങൾക്ക് ചായ തരികയും ചെയ്യും. അന്ന് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് എത്ര കിട്ടി എന്നുള്ള രീതിയിൽ സന്തോഷം തിരിച്ച് ഹോസ്റ്റലിൽ എത്തുമ്പോൾ പറഞ്ഞ് ചിരിക്കുകയായിരിക്കും. നിനക്ക് എത്ര കിട്ടി അല്ലെങ്കിൽ എനിക്കെത്ര കിട്ടി എന്നുള്ള ദേഷ്യം എന്നുള്ള രീതി വന്നിട്ടില്ല. പിന്നീട് ആശാനും അത് പറഞ്ഞ് ചിരിക്കുകയായിരിക്കും. ഞങ്ങൾ കരയുമ്പോൾ പറയുന്ന വാക്കുകളും അങ്ങനെ പഠിപ്പിച്ച എല്ലാ ആശാന്മാരുടെയും നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അത് അഭിമാനപൂർവ്വം പറയാം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. കാരണം ഒരു വാക്ക് പറയുന്നതും നമ്മുടെ പശു ഒരു കയ്യോ കാലോ വളഞ്ഞിരുന്നാൽ ആ ഭാഗത്ത് ഒരു അടി കിട്ടുന്നതെന്നില്ല. ആ അടി കിട്ടിയത് ഒരു പക്ഷേ നമ്മുടെ ആജീവനാന്തം മറക്കാതെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പറഞ്ഞാൽ ചിലപ്പോൾ അത് എത്ര നാളത്തേക്ക് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു എന്തെങ്കിലും നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ആയെന്നറിയില്ല, അത് ഗുണം അതിൽ നിന്നുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം. നമ്മൾ ഈ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞല്ലോ, എത്ര വർഷമാണ് കോഴ്സ് അവിടെ ചെയ്തത്? 8 വർഷം BA, അത് കഴിഞ്ഞിട്ട് 2 വർഷം സ്കോളർഷിപ്പ്, പിന്നീട് 2 വർഷം PG. 2 അല്ല, തുടക്കമായതുകൊണ്ട് അന്ന് PGക്ക് 3 വർഷം എടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ പരമായിട്ട് 13 വർഷം അങ്ങനെ തന്നെ. പിന്നെ MPhil PhD അല്ലെങ്കിൽ MPhil ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കും പ്രാക്ടിക്കൽ ഇല്ല, തിയറിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 വർഷം കഥകളി പ്രാക്ടിക്കൽ പഠനം തന്നെ കലാമണ്ഡലത്തിൽ. ശരിക്കും പറഞ്ഞാൽ മെഡിസിനൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഡബിൾ കഥകളിക്ക് വേണ്ടി തന്നെ മറ്റു ആ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടോ എന്തെങ്കിലും അവാർഡുകളോ? ജീവിതത്തിൽ എനിക്ക് ഒത്തിരി എനിക്ക് തന്നെ എന്തോ ഭയങ്കര ഇപ്പോഴും ഒരു സന്തോഷം തോന്നുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ കലാമണ്ഡലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ എന്താവും, നാട്ടിൽ വലിയ തിരക്കേടില്ലാതെ പഠിച്ചിരുന്നു, എന്നാലും എന്താവും എന്നറിയില്ല. എന്തായാലും ആ വർഷത്തെ, അത് ആദ്യ വർഷത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളുള്ള KPS മേനോൻ അവാർഡ് എനിക്ക് ആ വർഷം കിട്ടി, എൻ്റെ തുടക്കത്തിലെ വർഷം. ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും അത് പറയുമ്പോൾ കൂടെ മനസ്സിലാവുന്നുണ്ട്. അതെനിക്കെന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ വള്ളത്തോൾ നാരായണ മേനോൻ അവാർഡ്, ONV കുറുപ്പ് എൻഡോവ്മെൻറ്റ്, കൊൽക്കത്ത ഇന്ത്യ ഇൻ്റർനാഷണൽ അവാർഡ് എന്നീ അവാർഡുകളും കലാമണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമേ അങ്ങനെ അവാർഡുകളെന്ന് പറയാൻ വലുതായിട്ട് എന്നെ തേടിയൊന്നും എത്തിയിട്ടില്ല. ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നമ്മുടെ എല്ലാവരും തെക്കൻ കളരിക്കാരെ എല്ലാവരെയും സംബന്ധിച്ച് പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ ആശാനാണ്. ആശാൻ്റെ കൂടെയും ഈ പറഞ്ഞ പോലെ അനവധി വേഷങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അടുത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനും ആശാൻ അത്രയും എല്ലാവരെയും പ്രായഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നൊരു വ്യക്തിത്വം. അതൊക്കെ വലിയ ഭാഗ്യമാണ്. കാരണം വെച്ചാൽ അത് അവാർഡ് കിട്ടുന്നതിനെ പോലെ തന്നെ ആശാൻ്റെ അവസാനം എന്താ പറയുക, ആശാൻ്റെ ആ ഒരു സംസ്കാര ചടങ്ങുകൾക്കുൾപ്പെടെ വളരെ വിപുലമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാത്തിനും ഒരുപോലെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗ്യം തന്നെയായിട്ട് ജീവിതത്തിൽ നിന്ന് ഞാൻ കരുതുന്നു. ആശാനെ എന്നും മറക്കാതെ എന്നും കഥകളി നമ്മളിലുള്ളിടത്തോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആശാനും കൂടെ ഉണ്ടാവും എന്നുറച്ച് വിശ്വസിക്കും. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിനും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കലാ മേഖലയിൽ തന്നെ ഉയർന്നു വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ
ഇത്രയും വർഷത്തിൽ ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ആദ്യമാണ്. ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരവസരം അല്ലെങ്കിൽ ഈ തലത്തിൽ എനിക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരവസരം തന്നതിൽ കലാതരംഗിണി ആദ്യം ആ സ്ഥാപനത്തിന് ഒരു കലാതരംഗിണിയോടും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ടതെന്നൊരിക്കലും നമുക്ക് പ്രിയപ്പെട്ടതാണ് എപ്പോഴും ജോണേട്ടൻ. ബഹുമാനമുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോണേട്ടൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട മേരി കെ ജോൺ ചേച്ചി, എല്ലാവരോടും, പിന്നെ എല്ലാത്തിനും ഉപരി ഈ രീതിയിൽ ഒരു കഥകളി കലാകാരൻ എന്ന രീതിയിൽ പുറത്ത് ആരെങ്കിലും വരുന്ന എൻ്റെ ഗുരുക്കന്മാർ, അവരോടും ഞാൻ നന്ദി.